ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് വരുമ്പോൾ നമ്മൾ ഇന്നിവിടെ ഒരു കമ്പാരിസൺ ആണ് ചെയ്യുന്നത്. അതായത് ഈ കഴിഞ്ഞ ദിവസം പോക്കോ ഗ്ലോബലി ലോഞ്ച് ചെയ്ത പോക്കോ M3യും അതിനോടൊപ്പം ഇന്ത്യയിൽ നേരത്തെ റിയൽമി ലോഞ്ച് ചെയ്ത അവരുടെ നാർസോ 20 സീരീസിലെ റിയൽമി നാർസോ 20യും തമ്മിലുള്ള ഒരു ഡീറ്റെയിൽഡ് കമ്പാരിസൺ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അത് മനസ്സിലാക്കുന്നതിനായിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതിനോട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹായ്, നമുക്കപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ രണ്ട് ഫോണിന്റെ ഡിസ്പ്ലേയുടെ കാര്യം വെച്ച് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് റിയൽമി നാർസോ 20യിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ ഡിസ്പ്ലേയിൽ നമുക്ക് 6.5 ഇഞ്ചിന്റെ HD+ ആയിട്ടുള്ള ഒരു IPS LCD ഡിസ്പ്ലേ ആണ് നമുക്ക് ഇവിടെ റിയൽമി നാർസോ 20യിൽ ലഭിക്കുന്നത്. 6.5 ഇഞ്ച് എന്ന് പറയുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഡിസ്പ്ലേ തന്നെയാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. എന്നാൽ നമുക്ക് ഇവിടെ ഫുൾ HD+ന്റെ റെസൊല്യൂഷൻ ക്വാളിറ്റി ലഭിക്കുന്നില്ല. ഇവിടെ നമുക്ക് HD+ന്റെ ഡിസ്പ്ലേ അനുഭവം മാത്രമേ നമുക്ക് ഈ റിയൽമി നാർസോ 20യിൽ ലഭിക്കുന്നുള്ളൂ. ഇനി ഈ ഫോണിന്റെ ആസ്പെക്ട് റേഷ്യോയിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് 20:9 ആസ്പെക്ട് റേഷ്യോ ആണ് ലഭിക്കുന്നത്. അതിനോടൊപ്പം നമുക്ക് 88.7% ഒരു സ്ക്രീൻ ടു ബോഡി റേഷ്യോയും നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഫോണിൽ നോർമൽ 60 ഹെർട്സിന്റെ പാനൽ ലഭിക്കുന്നുള്ളൂ. ഒരു കൂടിയ ഫാസ്റ്റ് റീഫ്രഷ് റേറ്റ് ഒന്നും നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നില്ല. ഇനി ഇതിന്റെ റിയർ സൈഡിലെ ബിൽഡ് ക്വാളിറ്റിയിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് പ്ലാസ്റ്റിക്കിന്റെ ബിൽഡ് ക്വാളിറ്റി ആണ് ലഭിക്കുന്നത്. അതിനോടൊപ്പം നമുക്ക് ഫ്രണ്ടിലാണെങ്കിൽ ഗോറില്ല ഗ്ലാസിന്റെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഒരു തരക്കേടില്ലാത്ത ഡിസ്പ്ലേ സെറ്റപ്പ് തന്നെയാണ് നമുക്ക് ഈ റിയൽമി നാർസോ 20യിൽ ലഭിക്കുന്നത്. ഇനി പോക്കോ M3യിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ ഡിസ്പ്ലേയിൽ നമുക്ക് 6.53 ഇഞ്ചിന്റെ ഫുൾ HD+ ആയിട്ടുള്ള ഒരു IPS LCD ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്. അപ്പോൾ ഡിസ്പ്ലേ സൈസിന്റെ കാര്യം വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരേപോലത്തെ, അതായത് ഒരു 0.3 ഇഞ്ചിന്റെ വലിപ്പം നമുക്ക് പോക്കോ M3യിൽ കൂടുതലുണ്ടെങ്കിലും അത് വലിയൊരു കാര്യമായ ഡിഫറൻസ് അല്ല. രണ്ടും ഏകദേശം ഒരേ ഡിസ്പ്ലേ സൈസ് ആണ് നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ നമുക്ക് ഈ പോക്കോ M3യിൽ നമുക്ക് ഫുൾ HD+ ഡിസ്പ്ലേ ക്വാളിറ്റി ഇവിടെ ലഭിക്കുന്നുണ്ട്. അതിനോടൊപ്പം ഈ ഫോണിന്റെ ആസ്പെക്ട് റേഷ്യോയിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് 19.5:9 എന്ന ആസ്പെക്ട് റേഷ്യോ ആണ് നമുക്ക് ഈ പോക്കോ M3യിൽ ലഭിക്കുന്നത്. ഇനി അതിനോടൊപ്പം നമുക്ക് ഈ ഫോണിൽ 90% ഒരു സ്ക്രീൻ ടു ബോഡി റേഷ്യോയും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി ഈ ഫോണിന്റെയും റിയർ സൈഡിലെ ബിൽഡ് ക്വാളിറ്റിയിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് പ്ലാസ്റ്റിക്കിന്റെ ബിൽഡ് ക്വാളിറ്റി തന്നെയാണ് ലഭിക്കുന്നത്. അതിനോടൊപ്പം നമുക്ക് ഇവിടെ ഫ്രണ്ടിലാണെങ്കിൽ ഗോറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് ഫോണിന്റെയും ഡിസ്പ്ലേയുടെ കാര്യം വെച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് പോക്കോ M3ക്ക് ഒരു ചെറിയ മേൽക്കൈ നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. കാരണം എന്തെന്ന് വെച്ചാൽ നമുക്ക് പോക്കോ M3 നമുക്ക് ഫുൾ HD+ന്റെ റെസൊല്യൂഷൻ ലഭിക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് റിയൽമി നാർസോ 20യിൽ നമുക്ക് HD+ന്റെ റെസൊല്യൂഷൻ ക്വാളിറ്റി മാത്രമേ ലഭിക്കുന്നുള്ളൂ. ഇനി പെർഫോമൻസിലേക്ക് വരുമ്പോൾ നമുക്ക് റിയൽമി നാർസോ 20യിലെ പ്രൊസസർ എന്ന് പറയുന്നത് MediaTek Helio G85 ആണ്. ഈ G85 ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫോണിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു നല്ല പെർഫോമൻസ് തന്നെയാണ് ലഭിക്കുന്നത്. നോർമൽ യൂസിനാണെങ്കിലും ചിലപ്പോൾ അഗ്രസീവ് യൂസിനാണെങ്കിൽ പോലും നമുക്ക് ഡെയിലി ലൈഫിൽ നമുക്ക് യാതൊരു ഇഷ്യൂസും ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. ഇനി നമുക്ക് ഇവിടെ LPDDR4X RAM ആണ് ലഭിക്കുന്നത്. ഇനി നമുക്ക് ഈ ഫോണിൽ നമുക്ക് Realme UI 2.0 ആണ്. അതെന്ന് പറയുന്നത് Android 11 ബേസ്ഡ് ആണ്. ഇനി പോക്കോ M3യിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ പ്രൊസസർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ 662 ആണ്. ഈ സ്നാപ്ഡ്രാഗൺ 662 ആയതുകൊണ്ട് തന്നെ ഈ ഫോണിൽ നമുക്ക് അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു നല്ല പെർഫോമൻസ് തന്നെയാണ് ഇവിടെ ലഭിക്കുന്നത്. സ്നാപ്ഡ്രാഗൺ 662 ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫോണിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഒക്കെ ലഭിക്കുന്നുണ്ട്. ഇനി ഇവിടെ നമുക്ക് LPDDR4X RAM ആണ് ലഭിക്കുന്നത്. അതിനോടൊപ്പം നമുക്ക് UFS 2.2 ആണ് സ്റ്റോറേജ് ടൈപ്പിൽ ലഭിക്കുന്നത്. ഇനി ഈ ഫോണിൽ നമുക്ക് MIUI 12 ആണ്. അതെന്ന് പറയുന്നത് Android 10 ബേസ്ഡുമാണ്. അപ്പോൾ പെർഫോമൻസിന്റെ കാര്യം എടുക്കുമ്പോൾ നമുക്ക് ഈ രണ്ട് ഫോണിലും ഏകദേശം ഒരേപോലത്തെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് ലഭിക്കുന്നത്. നമുക്ക് ഒരു ഫോണിനും ഒരു മേൽക്കൈ നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ രണ്ട് ഫോണിലും റിയർ സൈഡിൽ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് ലഭിക്കുന്നത്. ഈ രണ്ട് ഫോണിൽ നമുക്ക് മെയിൻ ക്യാമറ എന്ന് പറയുന്നത് 14 മെഗാപിക്സലിന്റെ ക്യാമറയാണ്. ഇനി നമുക്ക് ഈ റിയൽമി നാർസോ 20യിലേക്ക് വരുമ്പോൾ ഇവിടെ മെയിൻ ക്യാമറയ്ക്ക് പുറമെ 8 മെഗാപിക്സൽ അൾട്രാവൈഡ് ക്യാമറയും 2 മെഗാപിക്സലിന്റെ മാക്രോ സെൻസറും നമുക്ക് ഇവിടെ റിയർ സൈഡിൽ ലഭിക്കുന്നുണ്ട്. ഇനി സെൽഫിയിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് 8 മെഗാപിക്സൽ സെൽഫി ക്യാമറയാണ് നമുക്ക് ഇവിടെ ഫ്രണ്ടിൽ ലഭിക്കുന്നത്. ഇനി പോക്കോ M3യിലാണെങ്കിൽ 14 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയ്ക്ക് പുറമെ നമുക്ക് റിയർ സൈഡിൽ 2 മെഗാപിക്സൽ മാക്രോ സെൻസറും 2 മെഗാപിക്സൽ ഡെപ്ത് സെൻസറും നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇനി ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇവിടെയും നമുക്ക് 8 മെഗാപിക്സൽ സെൽഫി ക്യാമറ തന്നെയാണ് നമുക്ക് ഇവിടെ പോക്കോ M3യിൽ ലഭിക്കുന്നത്. അപ്പോൾ ക്യാമറ ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യം എടുക്കുമ്പോൾ നമുക്ക് ഈ രണ്ട് ഫോണിലും ഏകദേശം ഒരേപോലത്തെ ക്യാമറ സെറ്റപ്പ് തന്നെയാണ് ലഭിക്കുന്നത്. എന്നാലും നമുക്ക് ഈ റിയൽമി നാർസോ 20യിൽ ഒരല്പം മേൽക്കൈ പറയാൻ സാധിക്കും. കാരണം എന്ന് വെച്ചാൽ നമുക്ക് റിയർ സൈഡിലാണെങ്കിൽ റിയൽമി നാർസോ 20യിൽ നമുക്കൊരു 8 മെഗാപിക്സൽ അൾട്രാവൈഡ് ക്യാമറ ലഭിക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് പോക്കോ M3യിൽ നമുക്ക് അങ്ങനെ ഒരു അൾട്രാവൈഡ് ക്യാമറ അവിടെ റിയർ സൈഡിൽ നമുക്ക് ലഭിക്കുന്നില്ല. ബാറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യം എടുക്കുമ്പോൾ നമുക്ക് ഈ രണ്ട് ഫോണിലും ഏകദേശം ഒരേപോലത്തെ ബാറ്ററി സെറ്റപ്പ് തന്നെയാണ് ലഭിക്കുന്നത്. അതായത് ഈ രണ്ട് ഫോണിലും നമുക്ക് 6000 mAh ബാറ്ററിയാണ് ലഭിക്കുന്നത്.
അതിനോടൊപ്പം നമുക്ക് 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറാണ് നമുക്ക് ഈ രണ്ട് ഫോണുകളിൽ ലഭിക്കുന്നത്. ഇനി ഈ രണ്ട് ഫോണിലും നമുക്ക് ട്രിപ്പിൾ കാർഡ് സ്ലോട്ടും ഫേസ് അൺലോക്കും ഫിംഗർ പ്രിന്റ് സെൻസറും എല്ലാം നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് പോക്കോ M3യിൽ അഡീഷണൽ ആയിട്ട് നമുക്ക് ഒരു IR ബ്ലാസ്റ്ററും ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കറും നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇനി പ്രൈസിലേക്ക് വരുമ്പോൾ നമുക്ക് റിയൽമി നാർസോ 20യിൽ 4GB 64GB വേരിയന്റ് പ്രൈസ് എന്ന് പറയുന്നത് 10,499 രൂപയാണ്. കൂടിയ വേരിയന്റായ 4GB 128GB പ്രൈസ് എന്ന് പറയുന്നത് 11,499 രൂപയാണ്. ഇനി പോക്കോ M3യിലേക്ക് വരുമ്പോൾ ഇവിടെ 4GB 64GB സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 11,000 രൂപയാണ്. കൂടിയ വേരിയന്റായ 4GB 128GB പ്രൈസ് എന്ന് പറയുന്നത് അതും അപ്രോക്സിമേറ്റ്ലി 13,000 രൂപയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് ഫോൺ വളരെ മികച്ചതായിട്ടുള്ള വാല്യൂ ഫോർ മണി ഫോണുകൾ തന്നെയാണ്. ഈ പോക്കോ M3 ഇപ്പോഴും ഇന്ത്യയിൽ നമുക്ക് അവൈലബിൾ അല്ല. ഈ ഫോൺ അവർ ഗ്ലോബലി ആണ് ലോഞ്ച് ചെയ്തത്. അപ്പോൾ ഗ്ലോബലി ലോഞ്ച് ചെയ്ത പോക്കോ M3യുടെ പ്രൈസ് ആണ് 11,000 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫോൺ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇതിന്റെ പ്രൈസ് ഒരു 10,000 രൂപയിൽ താഴെയാക്കുകയാണെങ്കിൽ ഈ പോക്കോ M3 ആണ് ഏറ്റവും മികച്ചത് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. എന്നാൽ ഇപ്പോൾ ഈ 11,000 രൂപ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ രണ്ട് ഫോൺ നമുക്ക് ഒന്നിനൊന്ന് മികച്ച ഫോണുകൾ തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും, അതായത് ഈ പോക്കോ M3 ആണോ റിയൽമി നാർസോ 20 ആണോ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്, അതല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വാല്യൂ ഫോർ മണി ആയിട്ട് തോന്നിയത്, അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്ന വരെ ബൈ.